പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. കാസർഗോഡ് കുമ്പളയിൽ അപകടാവസ്ഥയെ തുടർന്ന് അടച്ചുപൂട്ടിയ കഞ്ചിക്കട്ട കൊടിയമ്മ പാലത്തിന് ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 2023 ഡിസംബറിലാണ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത്. ബദൽ സംവിധാനം ഒരുക്കാതെ പാലം അടച്ചതോടെ സമീപവാസികൾ കിലോമീറ്ററുകൾ ചുറ്റി വേണം കുമ്പള ടൗണിലേക്ക് എത്താൻ. പാലം ഉടൻ നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ആവശ്യമല്ല, ഏറെ നാളുകളായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ്. അവരുടെ ജീവിതം വഴിമുട്ടിപ്പോകുന്ന ഘട്ടത്തിൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. കാസർഗോഡ് കുമ്പള കഞ്ചിക്കട്ട പാലത്തിന് സമീപമാണ് ഞാൻ ഈ നിൽക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ പാലം പൂർണ്ണമായും അടച്ചിട്ട് ഇതുവരെ ഒരു ബദൽ സംവിധാനം ഒരുക്കിയിട്ടില്ല. എത്രയും വേഗം ഇതിനൊരു ബദൽ സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആയിരത്തി 1972 ഗതാഗതത്തിനും സമീപ പ്രദേശങ്ങളിലെ ജലസേചന സൗകര്യത്തിനും ഉപയോഗിക്കുന്ന വിധത്തിൽ ഇവിടെ ചെക്ക് ഡാമും പാലവും നിർമ്മിച്ചത്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലം കാലപ്പഴക്കം മൂലം തീർത്തും അപകടാവസ്ഥയിലായതോടെയാണ് കളക്ടർ ഇടപെട്ട് അടപ്പിച്ചത്. ഇനിയും ഞങ്ങൾ എത്ര വർഷം കാത്തു നിൽക്കണം എന്നാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യം. ഈ സ്ഥലം എന്ന് പറയുന്നത് സാധാരണക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. കൃഷി ചെയ്തിട്ട് പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ആ ഒരു സാധാരണക്കാർ ജീവിക്കുന്ന എത്രയോ വാർഡുകൾ ഈ സ്ഥലത്തുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ജില്ലാ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, സ്കൂളുകൾ ഒക്കെ ഈ റോഡാണ്, നമ്മൾ ഈ പാലാണ് ആശ്രയിക്കുന്നുള്ളത്. പക്ഷേ ഇത് ഇങ്ങനെ വൈകി വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവം എന്നുള്ളത് ജനങ്ങൾക്കറിയുന്നില്ല. പാലം പുനർനിർമ്മാണത്തിനാവശ്യമായി DPR തയ്യാറാക്കി നബാർഡിൽ സമർപ്പിച്ചിട്ടുണ്ട്. അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി തുടങ്ങാനാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയായി. അത് ഇവിടുന്ന് ഗവൺമെൻറ്റിലേക്ക് പ്രപ്പോസൽ പോവുകയും ഗവൺമെൻറ് അത് നബാർഡിലേക്ക് പ്രപ്പോസൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പാർട്ടിയുടെയും ആളുകൾ MLA നേതൃത്വത്തിൽ ജില്ലയിലെ CH കുഞ്ഞമ്പും അതുപോലെ തന്നെ M രാജഗോപാലൻ ഉൾപ്പെടെയുള്ള MLA മാർ, ഇവിടുത്തെ AK അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ MLA നേതൃത്വത്തിൽ ഞങ്ങൾ മന്ത്രിയെ കണ്ട് സംസാരിച്ചാണ്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം നിരവധി ആളുകൾ ഈ പാലത്തിലൂടെ ദിവസേന യാത്ര ചെയ്യുന്ന ഒരു പാലമാണ്. കുമ്പള പഞ്ചായത്തിലെ കുണ്ടാപ്പ്, താഴെ കൊടിയമ്മ, ആരിക്കാടി, ചത്രപള്ളം, ചൂരിത്തടുക്ക, കഞ്ചിക്കട്ട എന്നിവിടങ്ങളിലേക്കുള്ള 100 കണക്കിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന പാലമാണിത്. ആരിക്കാടി, കൊടിയമ്മ എന്നീ പ്രദേശങ്ങളിലുള്ളവർക്ക് കുമ്പള ടൗണിൽ എളുപ്പത്തിലെത്തുന്ന വഴി കൂടിയാണിത്. നമ്മുടെ ഈ പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകേണ്ടത് എല്ലാവരുടെയും, ഇവിടെ ഈ പ്രദേശത്തുകാരൻ മാത്രം ആവശ്യമല്ല, ഈ ചുറ്റുഭാഗമൊക്കെ ഉള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഇപ്പം ഈ കളത്തൂർ മുതൽ ബംബ്രാണ വരെയുള്ള പ്രദേശങ്ങളുണ്ട്. നമ്മൾ ആ ഏരിയ എത്ര കിലോമീറ്റർ എന്ന് നോക്കിയാൽ അറിയാം. അപ്പോൾ ആ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ കുമ്പള ടൗണിനെയും കാസർഗോഡിനെയൊക്കെ ആശ്രയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി മംഗലാപുരത്തേക്കോ അല്ലെങ്കിൽ അത്യാവശ്യ വേറെ സ്ഥലങ്ങളിലേക്കോ പോകണമെങ്കിലൊക്കെ പോകേണ്ട റോഡ് ഇതാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇത് അടച്ചിട്ട് എത്ര കാലം ഇത് വെക്കും എന്നുള്ളതാണ്. കാരണം നാട്ടുകാർ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തിലാണ്. പകരം സംവിധാനങ്ങൾ ഒരുക്കാതെ പാലം അടച്ചിട്ടതോടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ കിലോമീറ്ററുകൾ ചുറ്റിയാണ് കുമ്പള ടൗണിലേക്കും സ്കൂളിലേക്കും പോകുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്താണ് പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളത്. എത്രയും വേഗം സാങ്കേതിക പ്രശ്നങ്ങൾ മാറ്റി പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഒപ്പം തന്നെ ബദൽ സംവിധാനം അടിയന്തരമായി ഒരുക്കണം എന്ന ആവശ്യവും സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ക്യാമറമാൻ രജീഷ് കരുവള്ളൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. സ്കൂൾ ബസ് ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണ് ഇങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. ഒരു അപകടമുണ്ടാവുന്നതിന് മുമ്പ് ബദൽ സംവിധാനം ഒരുക്കാതെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ബദൽ സംവിധാനം ഒരുക്കാതെ പാലം അടച്ചിട്ടതിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധവും ശക്തമാണ്. എത്രയും പെട്ടെന്ന് റോഡ് ജനങ്ങൾക്ക് ഒന്ന് ഹോസ്പിറ്റൽ, സ്കൂളുകൾ, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് എത്താനുള്ളൊരു പൊതുവഴി, അതുമാത്രമല്ല ഏറ്റവും അടുത്തുള്ള വഴി കൂടിയാണിത്. അല്ലെങ്കിൽ കൂടുതൽ ഒരു 8 കിലോമീറ്റർ ദൂരത്തിൽ കടന്നു പോകണം. അതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഉള്ള ആവശ്യം. പ്രത്യേകിച്ചിട്ടുള്ള നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞത്, ഇപ്പോൾ
അതായത് ഒരു ഓട്ടോറിക്ഷ ഇല്ല കാർ അത്യന്ത ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അതുമായിട്ടുള്ളത് കുറച്ച് തുറന്നു തരണമെന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ಆവശ്ಯ. ಈ ಪ್ರದೇಶದಲ್ಲಿ ಫುಲ್ ಫ್ಲಡ್ ಬರುವಾಗ ಕಂಪ್ಲೀಟ್ ಈ ಏರಿಯಾ ಕಂಪ್ಲೀಟ್ ವಿಲೇಜ್ ನಮ್ಮ ವಿಲೇಜ್ ಏರಿಯಾ ಕೃಷಿ ಏರಿಯಾ ಕಂಪ್ಲೀಟ್ ನೀರಿನಲ್ಲಿ ಮುಳುಗುತ್ತದೆ. ಯಾವುದೇ ರೀತಿಯಲ್ಲಿ ಕೃಷಿ ಮಾಡಲಿಕ್ಕಾಗೋದಿಲ್ಲ. ಇಲ್ಲಿಂದ ಕೊಡ್ಯಮ್ಮೆ ತನಕ ಕೃಷಿ ಮಾಡುವವರಿಗೆ ತೊಂದರೆ ಬರ್ತಾ ಉಂಟು. ജനങ്ങൾക്ക് വേണ്ടത് ഒരു സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് പോകാനുള്ള ഒരു വഴി, അത് സ്വാഭാവികമായും അത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമുഖത്താണ്. ಸಾವಿರಾರು ವಾಹನಗಳು ಸಾಗಿ ಸಾವಿರಾರು ಜನರ ಅತ್ಯವಶ್ಯ ಕೊಂಡಿಯಾಗಿ ಕೊಡಿಯಮ್ಮೆ, ಉಳುವಾರು, ಕಳತ್ತೂರು, ಇಚ್ಚಿಲಂಪಾಡಿ, ಆರಿಕಾಡಿ ಮೇಲಿನ ಭಾಗ, ಬಂಬ್ರಾಣ ಈ ಭಾಗದಿಂದ ಅತಿ ಸುಲಭವಾಗಿ ಕುಂಬಳೆಯನ್ನು ಸಮೀಪಿಸಲಿರುವ ಒಂದು സംഘವಾಗಿದೆ ഈ കഞ്ചിക്കട്ടെ സംഘം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.